നമുക്ക് ഇന്നത്തെ ബിറ്റ്കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇവിടെയുള്ള ഒരു FEG ആണ്. ആ ഒരു FEG കുറേ നാളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ FEGയുടെ മുകളിലുള്ള ഒരു ക്യാൻഡിൽ നോക്കിയാൽ കാണാം, കറക്റ്റ് ഇന്നലെ വന്ന ക്യാൻഡിൽ വന്നിട്ട് ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. FEG എടുത്തിട്ടില്ല. അപ്പൊ വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് വന്ന് FEG എടുക്കുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ എടുക്കും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അതിനു മുന്നേ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ടൈം ഈ ഒരു ഏരിയയിൽ വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്ന റെസിസ്റ്റൻസ് ഏരിയ ആണ്. ആ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവലിനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി മാർക്കറ്റ് താഴോട്ടേക്ക് വരികയാണെങ്കിൽ മിക്കവാറും സാധ്യത കാണുന്നത് ഈ ഒരു ഹൈനെ, അതായത് ഇന്നലത്തെ ക്യാൻഡിലിന്റെ ഹൈനെ ബ്രേക്ക് ചെയ്യാനാണ്. കാരണം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു FEG ഉണ്ട്. ആ ഒരു FEGനെ എടുത്തിട്ട് മാർക്കറ്റ് ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു FEGനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ FEG എടുത്തിട്ട് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു ലെവല്, അതായത് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ലോയിനെ എടുത്തിട്ട് FEGയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയും കൂടിയുണ്ട്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോയിട്ട് മറ്റ് കീ ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ഈ ഒരു ലെവലിൽ FEG അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾ വൺ ഡേയിൽ വരച്ച FEG അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൺ ഡേയിൽ നമ്മൾ വരച്ച റെസിസ്റ്റൻസിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഈ ഒരു ലെവലിൽ മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം വന്ന് റിയാക്ഷൻ തന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലെവലിനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത് മാർക്ക് ചെയ്ത് ഇടുന്നത് ഇവിടെയാണ്. ഇവിടുന്ന് നോക്കിയാൽ കാണാം, ഒരു സപ്ലൈ നടന്ന ഒരു ഏരിയയാണ്. അപ്പൊ ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നത് സപ്ലൈ നടക്കൽ മാത്രമല്ല, മൾട്ടിപ്പിൾ ടൈം നോക്കിയാൽ കാണാം, ഒരു തവണ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി, പിന്നെ ബ്രേക്ക് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഇവിടെ ഒരു ബൈയിങ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെയും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി താഴോട്ടുള്ള എന്തെങ്കിലും പ്രധാനപ്പെട്ട സപ്പോർട്ട് ഏരിയ നോക്കാം. താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരുപാട് പുറകിൽ പോയിട്ട് വേണം നമ്മൾ സപ്പോർട്ട് ഏരിയ കണ്ടുപിടിക്കാൻ. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ലൈവിൽ ഇരുന്നിട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ചാർട്ടിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ നോക്കിയിട്ടാണ് പ്രധാനപ്പെട്ട സോണുകൾ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. പിന്നെ നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് കയറി പോകുന്നുണ്ട്. കയറി പോകുന്ന വെച്ചാൽ കൃത്യമായി ഫുൾ ബാക്കുകൾ എടുത്തിട്ടാണ് കയറി പോകുന്നത്. മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു FEGയും കൂടിയാണ്. അപ്പോൾ ആ ഒരു FEGയിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു വെക്കുന്നുണ്ട്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു FEG ഇരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെയാണ്. നോക്കിയാൽ കാണാം, ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബ്രേക്ക് തന്നൊരു ഏരിയയും കൂടിയാണ്. പിന്നെ നോക്കിയാൽ കാണാം, ഒരു തവണ റീടെസ്റ്റ് വന്നിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റ് അതിനെ അപ്രോച്ച് ചെയ്യാനാണ് പോകുന്നത്. അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ, അതായത് വലിയൊരു ബെയറിഷ് കൺഫർമേഷൻ താഴോട്ടേക്ക് തരുകയാണ്. വലിയ രീതിയിൽ നല്ല ഒരു ബെയറിഷ് ക്യാൻഡിലോ അല്ലെങ്കിൽ ബെയറിഷ് പാറ്റേണോ തരുകയാണെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ട്രേഡ് എക്സ്പെക്ട് ചെയ്യാം. ആ ട്രേഡ് എപ്പോഴും നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ട്രെൻഡ് ലൈനിന്റെ താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ട്രെൻഡ് ലൈനിന്റെ ഉള്ളിലാണ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ട്രെൻഡ് ലൈനിന്റെ താഴോട്ടേക്ക് ആയിരിക്കണം ബെയറിഷ് പാറ്റേൺ വരേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ ടാർഗറ്റ് വെക്കാൻ പറ്റിയ ഒരു ഏരിയ എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം, ഇവിടെയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയതാണ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ എൻട്രി സാധ്യത, അതായത് സെൽ എൻട്രി സാധ്യത വരികയാണെങ്കിൽ ഏറെക്കുറെ ഈ ലെവലിലേക്ക് എത്താം. ഇനി അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമേ പറഞ്ഞ ഡേ ക്യാൻഡിലിന്റെ അനാലിസിസിൽ പറഞ്ഞ പോലെ ഈ ഒരു റെഡ് ലൈനും ബ്രേക്ക് ചെയ്ത് FEGയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് ഒരു എൻട്രി സാധ്യത. സെൽ എൻട്രി സാധ്യതയാണ് പറയുന്നത്. ഇനി ഒരു ബൈ എൻട്രി നമുക്ക് നോക്കണമെങ്കിൽ, നേരത്തെ പറഞ്ഞ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ബൈ എൻട്രി നോക്കണമെങ്കിൽ ഈ ഏരിയ ബ്രേക്ക് ചെയ്യാതെ നല്ലൊരു കൺഫർമേഷൻ ഇവിടുന്ന് കിട്ടുകയാണ് എങ്കിൽ നമുക്ക് അടുത്തൊരു ബൈ എൻട്രി ഉണ്ട്. ആ ഒരു ബൈ എൻട്രി ഒരുപക്ഷെ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക്, ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ഏരിയ വരെയൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സെൽ എൻട്രി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ് ഈ ഒരു FEGയിലാണ്. FEGനെ ബ്രേക്ക് ചെയ്ത് ഒരുപക്ഷെ റെസിസ്റ്റൻസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നിന്നും ഒരു ബെയറിഷ് പാറ്റേൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇത് സെൽ എൻട്രി എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയും എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ
അതിന്റെ മുകളിൽ ഒരു സപ്ലൈ ഏരിയ ഉണ്ട്. ആ ഒരു സപ്ലൈ ഏരിയയിൽ നിന്നിട്ടായിരിക്കാം മിക്കവാറും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഒരുപക്ഷെ ഈ ഒരു സപ്ലൈ ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ട് റിജക്ഷൻ തന്നേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സെൽ എൻട്രി നോക്കാം. ഇവിടെ വന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി നോക്കാം. സെൽ എൻട്രി നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം താഴോട്ടേക്കൊന്നും ഇറങ്ങണമെന്നില്ല. ഒരുപക്ഷെ ഇവിടെ വന്നൊരു കൺഫർമേഷൻ കിട്ടിയാൽ ആദ്യത്തെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. പിന്നെ രണ്ടാമത്തെ ടാർഗറ്റ് ഇവിടെയോ മൂന്നാമത്തെ ടാർഗറ്റ് ഇവിടെയായിരിക്കും. മാക്സിമം ഇവിടെ വരെയൊക്കെ ഇറങ്ങാനേ സാധ്യതയുള്ളൂ. ഇവിടെ നിന്ന് തിരിച്ചു വരികയാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യുക. ഇനി മറ്റൊരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് നിന്ന് കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യമായ ബ്രേക്ക്ഔട്ട് ഒന്നും ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ നിന്ന് ഇങ്ങനെ കളിക്കാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മാർക്കറ്റിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. ഇതല്ലാതെ മറ്റു കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അതെല്ലാം ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും ക്രിയേറ്റ് ചെയ്യുന്നത്, അഥവാ ബയേഴ്സും സെല്ലേഴ്സും എങ്ങനെയാണ് ഇടപഴകുന്നത് എന്ന് അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നടത്തുന്ന അനാലിസിസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈവ് മാർക്കറ്റിൽ ഇതിന് മാറ്റങ്ങൾ സംഭവിക്കാം. അതെല്ലാവരും ഓർമ്മയിൽ വെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.